ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ പെരട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടൻ ഇവിടെ 1/2 കിലോ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒണിയൻ, സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള 2 എണ്ണം, ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്, ജിഞ്ചർ ഇഞ്ചി കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക്, വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പൗഡേർഡ് ഐറ്റം നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ മട്ടൺ മസാല. ഇത്രയുമാണ് വേണ്ടത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മട്ടണിലിട്ടിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മട്ടണിലേക്ക് എടുത്ത് വെച്ചിരുന്ന പൗഡേർഡ് ഐറ്റം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. മട്ടണെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് നല്ലോണം കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 5 to 10 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത്രയും ഐറ്റം ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതായത് ഡ്രൈ ചില്ലി, ഉണക്കമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോൻ്റെ മട്ടൺ ഉണ്ടാക്കുന്ന പെരട്ടിൻ്റെ അളവാണ് പറയുന്നത്. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കറി ലീഫ്, മല്ലിപ്പൊടി, ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള മല്ലിയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. നല്ലോണം നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു 3 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലോണം ഇത് ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയാണ് ഇടുന്നെങ്കിൽ ഇപ്പം തന്നെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മല്ലിപ്പൊടിയാണ് ഇവിടെ ഇടുന്നത്. അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയതിന് ശേഷം മാത്രമേ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മട്ടണെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വേവിച്ചെടുത്തത്. അതിൽ നിന്ന് മട്ടണിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള കുറച്ച് ഗ്രേവിയാണ് ഉള്ളത്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. നമ്മൾ പൊടിച്ച പൗഡേർഡ് ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നല്ലോണം ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.